കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിലാണ് ഇടയലേഖനം വായിച്ചത്. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ നിയന്ത്രിക്കണമെന്നും ഇടയലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എസ് ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, ഈ ലേഖനത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും നടന്നുവെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല. അത് പ്രതിഷേധാർഹമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നത്. പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തവണ പ്രതിഷേധങ്ങളുണ്ടായി. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവരുടെ മോചനം സാധ്യമായെങ്കിൽ പോലും ഇനിയും പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇടയലേഖനത്തിൽ പറയുന്നത്. അത് ഈ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനും എല്ലാം തന്നെ എതിരായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരായുള്ള കേസെടുത്ത സംഭവത്തെ എന്തായാലും ഈ സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ആ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. ഇന്നിപ്പോൾ വൈകുന്നേരം ഈ വിഷയമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ ഇന്നിപ്പോൾ ഇടയലേഖനം വായിച്ചു. വൈകുന്നേരം ചാലക്കുടിയിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് എല്ലാ കുർബാനകളിലും ഇടയലേഖനമായി വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ശരി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ 2 സന്യാസിനികളെ അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിൽ അടച്ചതിന്റെ വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട ഈ 2 സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമകുരുക്കുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്.